വളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണകാര്യം കാട്ടിടും വെളിയനും ആരണ ചിത്സഭൈ അരുൾപ്പെരും ജ്യോതി. ആരണ ചിത്സഭയിലെ അരുൾപ്പെരും ജ്യോതിയാണ് നാം ഇവിടെ കാണുന്നത്. ആരണ ചിത്സഭ, അതായത് വേദത്തിൻ്റെ ചിത്സഭ, വേദമാകുന്ന ചിതാകാശത്തിലെ പ്രകാശതാരയാണ് അരുൾപ്പെരും ജ്യോതി. അപ്പോൾ വേദത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് അരുൾപ്പെരും ജ്യോതിയാണ്. എന്തായിട്ട്? കാരണകാര്യമായിട്ട് ജ്വലിച്ചു നിൽക്കുന്നു. കാരണവും കാര്യവുമായിട്ട് വേദത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ സത്താ പൊരുളാണ് ഇവിടെ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ വേദത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് കാരണവും കാര്യവുമാണ്. വേദത്തിൻ്റെ മുഴുവനും അന്തസത്ത കാരണത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും വിവരിക്കുന്നതാണ്. എന്താണ് കാരണം? കാരണം എന്നുള്ളത് ബ്രഹ്മമാണ്. അതിൻ്റെ കാര്യം ഈ ലോകങ്ങളും അതേപോലെ മറ്റു ലോകങ്ങളും ജീവജാലങ്ങളുമാണ്. അപ്പോൾ കാരണമെന്ന് പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ കാര്യസ്വരൂപമാണ് ഈ ജഗത്ത്. അപ്പോൾ കാരണവും കാര്യവും വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കാരണവും കാര്യവും. കാരണമെന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മമാണ്, പരബ്രഹ്മത്തിൻ്റെ കാര്യമാണ്. അതായത് പരബ്രഹ്മത്തിൻ്റെ ഉപാദാനമാണ് ഏത്? ഈ പ്രപഞ്ചങ്ങളെല്ലാം, അതേപോലെ ജീവജാലങ്ങളെല്ലാം. അപ്പോൾ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരബ്രഹ്മമാണ്. അഥവാ പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചങ്ങളും സൃഷ്ടിജാലങ്ങളുമെല്ലാം ഉണ്ടായത്. ഇതിനെ കാരണമെന്നും കാര്യമെന്നും പറയുന്നു. ഇതാണ് വേദത്തിൽ വിവരിക്കുന്ന കാരണകാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് വേദത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയിൽ ദയാനന്ദ സരസ്വതി വിശദീകരിക്കുന്നുണ്ട്. ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിൽ ഈ കാരണത്തെയും കാര്യത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ വേദങ്ങളുടെയും അന്തസത്തയാണ് ഇവിടെ മഹർഷി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിൽ വിവരിക്കുന്നത്. നമുക്ക് സത്യാർത്ഥ പ്രകാശത്തിലേക്ക് കുറച്ച് ഭാഗമൊന്ന് നോക്കാം. ചില നിമിത്തങ്ങളെ കുറിച്ചിട്ട്. നിമിത്ത കാരണം, അതായത് 3 തരത്തിലുള്ള കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് നിമിത്തം, രണ്ടാമത്തേത് ഉപാദാനം, മൂന്നാമത്തേത് സാധാരണം. ആര് ഉണ്ടാക്കുന്നതുകൊണ്ടുണ്ടാവുകയും ഉണ്ടാക്കാതിരുന്നാൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുവോ അയാളാണ് നിമിത്ത കാരണം. സ്വയം ഉണ്ടാകാതെ മറ്റൊന്നിനെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അതില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ലയോ, അവസ്ഥാന്തരം പ്രാപിച്ചുണ്ടാവുകയും വിഘടിക്കുകയും ചെയ്യുന്നതേതോ അതാണ് ഉപാദാന കാരണം. സാധാരണ കാരണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് വഴിയും സാമാന്യ ലക്ഷ്യവുമാകുന്നതിനെയാണ് നിമിത്ത കാരണം എന്ന് പറയുന്നത്. ഇത് 2 വിധത്തിലുണ്ട്. സൃഷ്ടിയിലുള്ള സമസ്ത വസ്തുക്കളെയും ഉപാദാന കാരണത്തിൽ നിന്ന് ഉണ്ടാക്കുകയും നിലനിർത്തുകയും നശിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഈശ്വരനാണ് ഏറ്റവും മുഖ്യമായ ആദിനിമിത്ത കാരണം.
അപ്പോൾ ആദി നിമിത്ത കാരണം എന്ന് പറയുന്നത് സാക്ഷാൽ ശിവമാണ്. രണ്ടാമത്തേത് ഈശ്വരൻ്റെ സൃഷ്ടിയിലുള്ള വസ്തുക്കളാൽ വിവിധ കാര്യാന്തരങ്ങളുണ്ടാക്കുന്ന സാധാരണ നിമിത്ത കാരണമായ ജീവാത്മാവാണ്. സകല ലോകങ്ങളെയും നിർമ്മിക്കുവാനുള്ള സാമഗ്രിയായ പ്രകൃതി എന്ന പരമാണുക്കളാണ് ഉപാദാന കാരണം. അചേതനമായ അതിന് സ്വയം ഉണ്ടാകുവാനോ നശിക്കുവാനോ കഴിയില്ല. അത് മറ്റൊരാൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവുകയും നശിപ്പിച്ചാൽ നശിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ജഡനിമിത്തത്തിൽ നിന്ന് ജഡവസ്തു ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. ഈശ്വരരചിതമായ വിത്ത് മണ്ണിൽ വീണ് ജലം കിട്ടുമ്പോൾ മുളച്ച് മരമായിത്തീരുന്നു. അഗ്നി മുതലായ അചേതന വസ്തുക്കൾ നിമിത്തം അവ നശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവയുടെ നിയമപൂർവകമായ നിർമ്മാണവും നാശവും ഈശ്വരൻ്റെയോ ജീവൻ്റെയോ അധീനതയിലാണ്. ഒരു വസ്തുവിൻ്റെ നിർമ്മാണത്തിൽ ജ്ഞാനം, ദർശനം, ബലം, ഹസ്തം മുതലായ വിവിധ സാധനങ്ങളും ദേശം, കാലം, ആകാശം എന്നിവയും സാധാരണ കാരണങ്ങളാണ്. ഉദാഹരണത്തിന് കുടമുണ്ടാക്കുമ്പോൾ കുശവൻ നിമിത്ത കാരണവും മണ്ണ് ഉപാദാന കാരണവും റാട്ട്, ചക്രം തുടങ്ങിയ ഉപകരണങ്ങൾ സാമാന്യ നിമിത്തവും ദേശം, കാലം, ആകാശം, പ്രകാശം, കണ്ണ്, കൈ, ജ്ഞാനം, ക്രിയ എന്നിവയെല്ലാം സാധാരണ നിമിത്ത കാരണവുമാകുന്നു. ഈ മൂന്ന് കാരണങ്ങൾ കൂടാതെ യാതൊന്നും ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ചിലന്തി പുറമേ നിന്ന് യാതൊരു പദാർത്ഥവും എടുക്കാതെ തൻ്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന നൂൽ കൊണ്ട് വലയുണ്ടാക്കി അതിൽ സ്വയം കളിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ബ്രഹ്മവും തന്നിൽ തന്നെ ജഗത്തിനെ സൃഷ്ടിച്ച് സ്വയം ജഗത് സ്വരൂപനായി ക്രീഡിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനേക വിധത്തിലുള്ളവൻ, ജഗതാകാരൻ ആയിത്തീരും എന്നിങ്ങനെ ഇച്ഛിച്ച് ആ ബ്രഹ്മം തന്നെ കേവലം സങ്കല്പം കൊണ്ട് മാത്രം സർവജഗത് സ്വരൂപനായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തെന്നാൽ ആദാവന്തേ ച യന്നാസ്തി വർത്തമാനേപി അഭി തത്തതാ. മാണ്ഡൂക്യകാരികയിലുള്ളതാണിത്. മുമ്പ് ഉണ്ടാകാത്തതും ഒടുവിലില്ലാത്തതുമായ വസ്തു വർത്തമാനത്തിലും ഇല്ലാത്തതാണ്. സൃഷ്ടിയുടെ ആദിയിൽ ജഗത്ത് ഉണ്ടായിരുന്നില്ല, ബ്രഹ്മം ഉണ്ടായിരുന്നു താനും. പ്രളയത്തിൻ്റെ അവസാനത്തിൽ ലോകം നിലനിൽക്കുകയില്ല, ബ്രഹ്മം മാത്രമേ ശേഷിക്കുകയുള്ളൂ. അപ്പോൾ വർത്തമാനകാലത്തിൽ ജഗത്ത് മുഴുവനും എന്തുകൊണ്ട് ബ്രഹ്മമല്ല? അതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങൾ പറയുന്ന പ്രകാരം ബ്രഹ്മം ജഗത്തിൻ്റെ ഉപാദാന കാരണമാണെങ്കിൽ അത് പരിണാമവിധേയവും അവസ്ഥാന്തരമുള്ളതും മാറ്റത്തിന് വിധേയവുമാണെന്ന് വരും. കൂടാതെ ഉപാദാന കാരണത്തിൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ കാര്യത്തിലും വന്നുകൂടും. ഉപാദാന കാരണത്തിൻ്റെ ഗുണങ്ങൾക്ക് സദൃശമായ ഗുണങ്ങൾ കാര്യത്തിലുമുണ്ടാകും. ബ്രഹ്മം സച്ചിദാനന്ദ സ്വരൂപമാണ്. ജഗത്ത് കാര്യരൂപമാകിയാൽ അസത്തും ജഡവും ആനന്ദരഹിതവുമാണ്. ബ്രഹ്മം ജനിക്കാത്തതാണ്, ജഗത്ത് ഉണ്ടായതാണ്. ബ്രഹ്മം അദൃശ്യവും ജഗത്ത് ദൃശ്യവുമാണ്. അപ്പോൾ ബ്രഹ്മം അദൃശ്യവും ജഗത്ത് ദൃശ്യവുമാണ്. കാരണം അദൃശ്യമാണ്, കാര്യം ദൃശ്യവുമാണ്. ബ്രഹ്മം അഖണ്ഡവും ജഗത്ത് ഖണ്ഡവുമാണ്. പൃഥ്വി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ അവയിലുള്ള ജഡത്വാദി ഗുണങ്ങൾ ബ്രഹ്മത്തിലും ഉണ്ടാകും. അവ അചേതനമായിരിക്കുന്നത് പോലെ ബ്രഹ്മവും അചേതനമാണെന്ന് വരും. ഈശ്വരൻ ചേതനമാകയാൽ പൃഥ്വിവാദികളും ചേതനമാണെന്ന് വരും.
ചിലന്തിയുടെ ഉദാഹരണം നിങ്ങളുടെ മതത്തെ സാധൂകരിക്കുന്നതിന് പകരം ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ജഡരൂപമായ ശരീരം നൂലിൻ്റെ ഉപാദാന കാരണമാണ്, ജീവാത്മാവ് നിമിത്ത കാരണവും. അതും ഈശ്വരൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയുടെ മഹത്വമാണ്. മറ്റൊരു ശരീരത്തിൽ നിന്നും നൂലുണ്ടാക്കാൻ ജീവാത്മാവിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വ്യാപകമായ ബ്രഹ്മം, തന്നിലുള്ളതും വ്യാപ്യവുമായ പ്രകൃതി, പരമാണുക്കൾ എന്നീ കാരണങ്ങളിൽ നിന്ന് സ്ഥൂല ജഗത്തിനെ സൃഷ്ടിച്ച് ബാഹ്യമായി സ്ഥൂലമാക്കിയിട്ട് സ്വയം സാക്ഷിയായി അതിലെങ്ങും നിറഞ്ഞു നിന്ന് ആനന്ദമയമായി വർത്തിക്കുന്നു. ഞാൻ സകല ജഗത്തിനെയും സൃഷ്ടിച്ച് പ്രസിദ്ധനാകും എന്നിങ്ങനെ ഈശ്വരൻ ഈക്ഷണം ചെയ്താൽ, അതായത് ആഗ്രഹിക്കുകയോ ദർശിക്കുകയോ വിചാരിക്കുകയോ കാമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താല്പര്യം ഇതാണ്. ജഗത്തുണ്ടാകുമ്പോൾ മാത്രമേ ജീവാത്മാക്കളുടെ വിചാരം, ജ്ഞാനം, ധ്യാനം, ഉപദേശം, ശ്രവണം എന്നിവയാൽ ഈശ്വരൻ പ്രസിദ്ധനാവുകയും അനേകം സ്ഥൂല പദാർത്ഥങ്ങളോടുകൂടി വർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. പ്രളയാവസ്ഥയിൽ ഈശ്വരനും മുക്തരായ ജീവാത്മാക്കളുമല്ലാതെ മറ്റാരും ബ്രഹ്മത്തെ അറിയുന്നില്ല. അതിനാൽ ഈ കാരിക ഭ്രമജന്യമാണ്. സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലത്ത് ജഗത്തുണ്ടായിരുന്നില്ല. സൃഷ്ടിയുടെ അവസാനത്തിൽ, അതായത് പ്രളയത്തിൻ്റെ ആരംഭം മുതൽ അടുത്ത സൃഷ്ടി ഉണ്ടാകുന്നതുവരെ ജഗത്തിൻ്റെ കാരണം സൂക്ഷ്മമായി അപ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മം കാരണവും ജഗത്ത് കാര്യവുമാണ് എന്ന് വിവരിക്കുകയാണ് എല്ലാ വേദങ്ങളിലും. ഋഗ്വേദങ്ങളിലും അതേപോലെ മറ്റ് വേദങ്ങളിലുമെല്ലാം തന്നെ ഈ സത്യത്തെയാണ് വിവരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് സത്യാർത്ഥ പ്രകാശത്തിൽ മഹർഷി ദയാനന്ദ സരസ്വതി സംഗ്രഹിക്കുന്നത്. അപ്പോൾ കാരണം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, കാര്യം എന്ന് പറയുന്നത് ജഗത്താണ് എന്ന് മനസ്സിലാക്കുക. ഈ കാരണത്തിലും കാര്യത്തിലും ജ്വലിച്ചു നിൽക്കുന്നത് അരുൾ പെരും ജ്യോതിയാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ അരുൾ പെരും ജ്യോതിയാണ്. ജഗത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവ് എന്ന് പറയുന്നത് അരുൾ പെരും ജ്യോതിയാണ്. അതായത് ബ്രഹ്മത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ പ്രകാശമായ അരുൾ പെരും ജ്യോതിയും അതേപോലെ തന്നെ പ്രകൃതിയിൽ അല്ലെങ്കിൽ ജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരുൾ പെരും ജ്യോതിയും ഒന്ന് തന്നെയാണ്. പ്രളയകാലത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ അരുൾ പെരും ജ്യോതികളും ബ്രഹ്മത്തിൻ്റെ അരുൾ പെരും ജ്യോതിയിൽ ലയിക്കുന്നു. ഈ പരമമായ സത്യത്തെയാണ് വേദങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. ഇതാണ് മഹർഷി ദയാനന്ദ സരസ്വതി സത്യാർത്ഥപ്രകാശത്തിൽ നമുക്കായി പറഞ്ഞു തരുന്ന വേദരഹസ്യം. ഓം ശിവായ നമഃ.